ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ജിയ അജ്മൽ. പ്രധാനപ്പെട്ട വാർത്ത വായിക്കൂ. ബാഗ് എന്നല്ല, പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ജിയ അജ്മൽ അല്ല കേട്ടോ, ഞാനാണ് വായിച്ചത്. ജിയ അജ്മൽ പേര് കൊടുത്തുന്നുള്ളൂ. ഓട് മുഴുവനാക്കി നോക്കിയപ്പോഴും അക്ഷര വേവുകളുണ്ട്. പാ എന്നുള്ള ബാവും വാവും അപ്പം അങ്ങനായി. പാക്ക് ഏതായാലും ഇന്ത്യയും പാകിസ്ഥാനും എന്നാണിത് മാറല്, യുദ്ധമൊക്കെ തീരില്ല, അവസാനിക്കലെന്നാണ് കുറച്ചൊരു ആശ്വാസം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെയും വീണ്ടും അവർ കാശ്മീരിലത് ഭീകരാക്രമണം നടന്നതോടുകൂടി വീണ്ടും അത് ബുദ്ധിമുട്ടും പ്രയാസം. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും കൂടി രണ്ട് തട്ടിലായി. ഇന്ത്യ പത്ര ഗുണം ഉണ്ടായിട്ടല്ല, ഇന്ത്യയിലുള്ള ഭരിക്കണോലും ഉള്ളപ്പോൾ നല്ലതന്നെ. ഇനി എന്തൊക്കെ നടക്കണമെന്ന് റബ്ബിനറിയാം. കാത്തിരുന്ന് കാണാം. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ആർക്കും ഇല്ലാത്ത രീതിയിലായിരിക്കണം റബ്ബെ ഏത് കാര്യങ്ങളും മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ കാവലും രക്ഷയും നമ്മളെ വീടിന്, നാടിന്, കുടുംബത്തിന്, വീട്, കുടുംബം, നാട്, രാജ്യം എല്ലാം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ അള്ളാഹിൻ്റെ രക്ഷയും സമാധാനവും എന്നും നിലനിൽക്കട്ടെ, എല്ലാവരുടെ മേലുണ്ടാകട്ടെ. ആമീല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങൾ, വഖഫ് ബില്ലിനെതിരെ അത് പ്രശ്നം, എല്ലാം കൊണ്ട് പ്രശ്നങ്ങൾ തലയിൽ. ഒരു പ്രശ്നം തീരുന്ന കാലം ഉണ്ടാവില്ല, അത് ദുനിയാവ് കയ്യോളം പ്രശ്നങ്ങളായിരിക്കുന്നതാണ്. നമ്മൾ മരിക്കോളം അവസാന കാലം വരെ ഇങ്ങനെ പ്രശ്നം ഇവിടുന്നാണ്ട് കൂടുതൽ ഓരോന്നും ഗുരുതരമായി തീരും. എന്തൊക്കെയാണ് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാം എന്താണ് ഒരു ബുദ്ധിമുട്ടും പെടാതിരിക്കട്ടെ. ഓക്കെ.